സ്കൂളിൽ കുട്ടികളുടെ ജാതിയും മതവും തിരിച്ചറിയാതിരിക്കാനല്ല സ്കൂളിലെ യൂണിഫോം നമ്മൾ വെച്ചിരിക്കുന്നത്. അത് എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു സാമ്പത്തികമായി എന്നുള്ളതാണ് എൻ്റെ ഒരു ലളിത യുക്തിയിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഇനി അല്ലെങ്കിൽ കയ്യിലെ ചരടോ നെറ്റിയിലെ ഭസ്മക്കുറിയോ കഴുത്തിലെ മാലയോ കൊന്തയോ എന്തെങ്കിലുമൊക്കെ അതൊക്കെ ഇടാറുണ്ട്. നമ്മളതൊക്കെ അതങ്ങ് അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു പൊതു രീതിയുണ്ട്. അപ്പോൾ വിഷയം എന്താണ്? അപ്പോൾ സിഖ് സമുദായത്തിൻ്റെ കാര്യം വരുമ്പോൾ പറയും ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന ഒരു വിഷയത്തിലേക്ക് വരുന്നു. സിഖ് സമുദായത്തിൻ്റെ 5 നൂറ്റാണ്ടായി അവർ അനുഭവിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട ആനുകൂല്യമാണ്, അത് അവരുടെ പ്രധാനപ്പെട്ട മത ആചാരമാണെന്ന് വരും. അപ്പോൾ യൂണിഫോം അല്ല വിഷയം, എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആക്റ്റാണ്. ഇത് പലതവണ പല കോടതികളിലും തർക്കത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഏതാണ് ഏതല്ല എന്ന് കോടതി തീരുമാനിച്ചാൽ ഇവിടുത്തെ ആളുകൾ അംഗീകരിക്കുമോ? ശബരിമലയിൽ സ്ത്രീകൾ ശബരിമലയിൽ കയറുന്നത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് വിധിച്ച ഒരു നാട്ടിൽ കോടതിയോട് പോയി പണി നോക്കാൻ പറഞ്ഞവരാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം. ഹിന്ദുക്കൾ മാത്രമല്ല, അതിൽ കൈയടിച്ചവർ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അന്ന് റിലീജിയസ് പ്രാക്ടീസ് ആക്ട് ഇല്ലായിരുന്നു. അന്ന് എന്താണ് പറഞ്ഞത്? അന്ന് ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, കോടതികൾ ഇടപെടേണ്ട കാര്യമല്ലെന്നാണ് പറഞ്ഞത്. ഇതിലേതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം. ഒന്നെങ്കിൽ കോടതി പറയുന്നത് അനുസരിക്കുമെന്ന് പറയണം, അല്ലെങ്കിൽ കോടതിയല്ല ഈ കാര്യം തീരുമാനിക്കേണ്ടതെന്ന് പറയണം.